ഹലോ ഹായ് റിസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 3 ടിപ്സാണ്, കിച്ചൺ ടിപ്സാണ് പറയുന്നത് കേട്ടോ. അപ്പം മത്തിയൊക്കെ നമ്മൾ ഇതുപോലെ കൂടുതൽ കാണുമ്പോൾ ഇത് മുഴുവൻ മുറിച്ചെടുക്കണ്ടേ എന്നുള്ള ടെൻഷനിലാവും പിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മത്തി കിട്ടിയാലുടനെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ചെള്ള് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെള്ള് എന്നാണ് പറയുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതൊരു ടിപ്സാണ്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ ചെള്ളുകളൊന്നും കളയാതെ തന്നെ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. മീൻ ഈ രീതിയിൽ ചെള്ള് കളയാതെ നമ്മൾ മത്തി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം മത്തി ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേൽഭാഗത്ത് ചെള്ളൊന്നും കളയാതെ ആണ് മുറിച്ചെടുക്കുന്നത്. ഇനി ഇതിലും ഈസി ആയിട്ട് വേണമെങ്കിൽ കത്രിക കൊണ്ടും ചെയ്യാം കേട്ടോ. ഇതുപോലെയും ചെയ്യാം. പെട്ടെന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇത് മുഴുവൻ മുറിച്ചതിന് ശേഷം ആ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കൈകൊണ്ട് നന്നായി ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തുള്ള എല്ലാ ചെള്ളുകളും പോയിട്ടുണ്ടാവും. പിന്നെ നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാം കേട്ടോ. ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം ചെള്ളുകളൊന്നും ഇല്ലാതെ മീൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മീൻ പൊരിക്കുമ്പോൾ പൊടിഞ്ഞു പോവാതിരിക്കാനുള്ളൊരു ടിപ്സാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. കൂടെ തന്നെ കുറച്ച് മീനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരാനായിട്ട് ചെറിയ ഉള്ളിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിക്കുമ്പോൾ കറിവേപ്പില മസ്റ്റായിട്ട് ഇട്ടുകൊടുക്കാൻ നോക്കാം. അതിന് ശേഷം മീൻ ഇതുപോലെ അങ്ങനെ വെച്ചെടുക്കാം. മീനൊന്നും പൊടിയാതെ നമുക്ക് ഏത് മീനായാലും ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടിഭാഗം വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. എല്ലാം മറിച്ച് ഇട്ടെടുത്തതിന് ശേഷം 2 ഭാഗം വെന്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ 3 ടിപ്സും എല്ലാവരും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ ബൈ.